ഒരിക്കലൊരു മാന്യനായ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ലോകത്ത് ആരെയാണോ സ്നേഹിക്കുന്നത് അത് അവരോട് പ്രകടിപ്പിക്കണം. കാരണം ലോകം മുഴുവൻ കണ്ട താജ്മഹൽ മുംതാസ് മാത്രം കണ്ടിട്ടില്ലെന്ന്. ആരാണ് മുംതാസ്? ഈ താജ്മഹൽ പണിത ഷാജഹാന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, ഭാര്യയോടുള്ള സ്നേഹനിമിത്തമാണ് താജ്മഹൽ പണിതത്. എന്നാൽ ഈ മുംതാസ് മാത്രം എന്ത് കണ്ടില്ല? താജ്മഹൽ. അദ്ദേഹം ഉദ്ദേശിച്ചത്, ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അത് ആ വ്യക്തിയോട് പ്രകടിപ്പിക്കണം. നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, ഒരാൾ ജീവിച്ചിരുന്നാൽ, ആത്മീയ ലോകത്ത് പോലും ജീവിച്ചിരുന്നാൽ അവരെ എങ്ങനെയെല്ലാം താറടിക്കാമോ അത് മുഴുവനും ചെയ്യും. എന്നാൽ ഒരു വ്യക്തി ആ വ്യക്തി ഒന്ന് മരിക്കാമോ, ഈ വിമർശിച്ചവർ പോലും അവിടെ വന്ന് പൂച്ചെണ്ടുകൾ അർപ്പിക്കുക, കരയുക, അദ്ദേഹത്തിൻ്റെ ഒരു 10-15 ഗുണങ്ങൾ പറയുക. അപ്പോൾ ആ ഫ്യൂണറൽ സർവീസിൽ ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നവർ പറയുന്നത്, നിങ്ങളൊന്ന് ചുരുക്കി പറ. അപ്പോൾ ഈ ചുരുക്കാൻ പറ്റാത്ത ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തെ ചീത്ത വിളിച്ച ആൾക്കാരാണ് കൂടുതലും. കാരണം പറയാൻ ഒത്തിരി നല്ലതുണ്ട്, അത് ആ സമയത്ത് പറയാൻ പറ്റാതെ പോയി. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് താജ്മഹൽ പണിയാൻ കഴിയട്ടെ, ജീവിച്ചിരിക്കുമ്പോൾ. അതാണ് ഏറ്റവും വലുത്. അപ്പം നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് തന്നെ ആ സ്നേഹം പ്രകടിപ്പിക്കണം. ആ വ്യക്തിയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ നടുവിൽ ഈ സ്നേഹം പ്രകടിപ്പിച്ചിട്ട് എന്തിനാണ്? അതുമല്ല, ഈ മരണ വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ആ പെട്ടി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ആ വ്യക്തി, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവരെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടാൽ, അത് നേരത്തെ അവർ കേട്ടിരുന്നെങ്കിൽ ഒരു 25 കൊല്ലം കൂടി കൂടുതൽ ജീവിച്ചിരുന്നാൽ. ദുഃഖവാർത്തകളും വേദനയുടെ വാർത്തകളും നെഗറ്റീവ് വാർത്തകളും കൊണ്ട് മനം നൊന്ത് പെട്ടെന്ന് മരിച്ചുപോയ ആളാണ് പലരും. മനം തകർന്ന് പെട്ടെന്ന് ഷോക്ക് പോലെയായി ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് പോയ പലരുമുണ്ട്. എന്നാൽ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാവരെയും ഒന്ന് പ്രശംസിക്കാൻ, എല്ലാവരെക്കുറിച്ച് ഒരു 10 ഗുണങ്ങൾ, എല്ലാവരും ഒരു 10 ഗുണങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഒരു 10 ഗുണങ്ങൾ കണ്ട് പറയാൻ നോക്കുക. മറ്റുള്ളവരോട് നിങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുക. അവർക്കതൊരു ആവേശമായിരിക്കും. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ. യേശു തന്നെ അത് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2 എഫെസോസ് സഭയോട് പറയുന്നുണ്ട്, നിന്റെ പ്രയത്നം, പ്രവർത്തനം, സഹിഷ്ണുത എല്ലാം ഞാൻ അറിയുന്നു. നീ കള്ള അപ്പോസ്തലന്മാർ, അത് അവർ കള്ളന്മാരാണെന്ന് തെളിയിച്ചതും നിനക്ക് സഹിഷ്ണുതയുള്ളതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ, എന്നാൽ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാൻ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി. അത് നിനക്ക് മടങ്ങി വരാനേ ഉള്ളൂ, നീ അത് തിരിച്ചു വരണം. എന്നാൽ അവൻ്റെ 9ഓളം ഗുണങ്ങൾ പറഞ്ഞിട്ടാണ് ഒരു കുറ്റം പറയുന്നത്. നമുക്ക് അങ്ങനെയും മറ്റുള്ളവരെ അവരുടെ നല്ലത് പറഞ്ഞിട്ട് അവരുടെ ഒരു കുറ്റം പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കും. അവരുടെ കുറ്റം മാത്രം പറഞ്ഞാൽ അവർ നമ്മളോട് എതിർത്തേ നിൽക്കും. ഈ ഒരു മനോഭാവം യേശു ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ കൃപ തരട്ടെ. നമുക്ക് ഈ നല്ല മാതൃകകൾ കാണിച്ചു തന്ന കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. in the night.
பாபசேற்றில் நின்ற என்னை தூக்கி எடுத்தவனே, சாபங்கள் போக்கி புது வாழ்வு தந்தவரே, பாபசேற்றில் நின்ற என்னை தூக்கி எடுத்தவரே, சாபங்கள் போக்கி புது வாழ்வு தந்தவரே, நான் உம்மை பாடாமல் என்ன செய்வேன்? ஜீவனும் அனைவரே, நான் உம்மை தேடாமல் வேறெங்கு செல்வேன்? என் வாழ்வின் நாயகனே இயேசுவே, என் உறைவிடம் இவ்வுலகிலே, எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே, இனி வரும் நாளெல்லாம் இயேசுவே, என் உறைவிடம் இவ்வுலகிலே, எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே, இனி வரும் நாளெல்லாம் இயேசுவே, என் உறைவிடம் இவ்வுலகிலே, எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே, இனி வரும் நாளெல்லாம். നമ്മൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. എന്നിൽ കായ്ക്കാത്തതിനെ എല്ലാം ഞാൻ നീക്കിക്കളയും, കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ അതിനെ ചെത്തി വെടിപ്പാക്കും. അതിൻ്റെ അർത്ഥം, എൻ്റെ പിതാവിൻ്റെ തോട്ടത്തിനകത്ത് സമൃദ്ധി മാത്രമേ കാണാവൂ, ഫലസമൃദ്ധി മാത്രം. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. മുട്ടുള്ളവർ അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അവരുടെ നിഴലിൽ പോലും സൗഖ്യമായിരുന്നു. എല്ലാവരും കൃപമേൽ കൃപയുള്ളവരായിരുന്നു. കൊരിന്തിയ സഭയെക്കുറിച്ച് തന്നെ, അത് ജാതികളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ജനങ്ങളുടെ സഭ, പൗലോസ് സ്ഥാപിച്ച കൊരിന്തിയ സഭ. 1 കൊരിന്തിയ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ, നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാണ്. ജാതികൾ, യഹൂദന്മാരല്ല, അബ്രഹാമിൻ്റെ സന്തതിയല്ല, അന്ധതയിൽ ഇരുട്ടിൽ കിടന്നവർ, അവർ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി. അവരുടെ കൃപകളും വരങ്ങളും ജ്വലിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും, ധാരാളം കൃപകൾ. എഫെസോസ് സഭയെ നമുക്ക് കാണാം. അവിടെ 12 പേര് അഭിഷേകം പ്രാപിച്ചു, പ്രവചിച്ചു. പിന്നീട് നമ്മൾ വായിക്കുന്നു, പൗലോസ് അവിടെ തൊറന്നോസിൻ്റെ പാഠശാലയിൽ 2 വർഷം ദൈവവചനം പഠിപ്പിച്ചു. ആ ദേശത്തുള്ള മന്ത്രവാദികൾ മന്ത്രവാദ പുസ്തകങ്ങൾ മുഴുവനും തീയിട്ട് ചുട്ടുകളഞ്ഞു. വില കണക്കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ്. വെറും 30 വെള്ളിക്കാശിനാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അതിൻ്റെ പ്രതികാരം ദൈവം വീട്ടി. എന്താണ്? പിശാചിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ തീയിട്ട് ചുടുന്നത് പോലെ ഒറ്റ പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചു. 30 വെള്ളിക്കാശിൻ്റെ പകരം വീട്ടിയതല്ല, അവിടെയാണ് 50,000 വെള്ളിക്കാശിൻ്റെ മന്ത്രവാദ പുസ്തകങ്ങൾ ചുട്ടുകളഞ്ഞു. പിശാചിന് കിട്ടിയ അടി എഫെസോസിൽ ഭയങ്കര ഉണർവുണ്ടായി. മന്ത്രവാദങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. എല്ലാവരും യേശു മാത്രം കർത്താവെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഭയമുണ്ടായി. പൗലോസിൻ്റെ വെറും തൂവാല കൊണ്ടുപോയി, റൂമാല് കൊണ്ടുപോയി ഇടുന്നിടത്ത് ഭൂതങ്ങൾ വിട്ടുപോവുകയും മുടന്തന്മാർ ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടായി. അങ്ങനെ ദൈവവചനം ശക്തിയോടെ പ്രബലപ്പെട്ടു. എഫെസോസിൽ ഏഷ്യയെ പിടിച്ച് ഇളക്കി മറിച്ചു, യൂറോപ്പിനെ ഇളക്കി മറിച്ചു. പൗലോസിൻ്റെ കാലത്ത് ഒരു ചെറിയ മനുഷ്യനിലൂടെ, പത്രോസിലൂടെ. എന്താണ് അതിൻ്റെ കാരണം? ഫലം കായ്ക്കുകയാണ്, അധികം ഫലം കായ്ക്കുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ വേലിയെ പിശാച് വീണ്ടും പൊളിച്ചു. AD 1600 ഈ മാർട്ടിൻ ലൂഥറിൻ്റെയൊക്കെ കാലം, ആ സമയം വന്നപ്പോൾ വീണ്ടും വിശ്വാസത്താൽ
ജീവിക്കും എൻ്റെ നീതിമാൻ എന്നുള്ള ചിന്തയിലേക്ക് തിരിച്ചു വന്ന് വിശ്വാസത്താൽ അനേകർ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും സത്യാരാധനയിലേക്ക് വന്ന് ഇന്ന് ഭൂമി മുഴുവനും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വീര്യപ്രവർത്തികൾ കൊണ്ടും ദൈവസഭ ഫലം കായ്ക്കുകയാണ്. അധികം ഫലം കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കും. സെൻട്രൽ അമേരിക്കയിൽ ഡേവിഡ് ഹോഗൻ എന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഏകദേശം 400-ലധികം മരിച്ചവർ ഉയർപ്പിച്ചു. പാസ്റ്റർ എന്നെ 40 പേര് ഉയർപ്പിച്ചു, ഡേവിഡ് ഹോഗൻ. അതിനുശേഷം വിശ്വാസികൾ ഉയർപ്പിച്ചതാണ് ബാക്കിയുള്ളത്. 400-ലധികം പേര് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു അത്ഭുതമല്ല. പിന്നെ എന്താണ് അത്ഭുതം? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടക്കാത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഫലം കായ്ക്കും. എല്ലാ നിലയിലും വിടുതൽ നടക്കും. തൊടുന്നതെല്ലാം സക്സസ് ആകും. പോകുന്നിടത്തെല്ലാം ജയഘോഷങ്ങൾ ഉണ്ടാകും. തൊടുന്നതൊക്കെ ജയമായി മാറും. അതാണ് ദൈവസഭ. ഫലം കായ്ക്കും. ഇല വാടാത്ത, തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്ത വൃക്ഷം. എന്താണ്? രാപ്പകൽ ദൈവവചനം ധ്യാനിച്ച് സന്തോഷിക്കുന്ന ഒരു ദൈവസഭ. അത് എപ്പോഴും ഫലം കായ്ക്കും. അതാണ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം തുടങ്ങുമ്പോൾ സഭയ്ക്കകത്ത് ഒരു ഭിന്നതയുണ്ടായി. അവർ തമ്മിൽ ഞങ്ങളെ മാനിക്കുന്നില്ല, ഞങ്ങളോട് വ്യത്യാസം കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു ഭിന്നതയുടെ ഒരു കലക്കത്തിൻ്റെ ആത്മാവിടെ കയറി. ഉടനെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളിനി മേശമേൽ ശുശ്രൂഷ ചെയ്യില്ല. ജനങ്ങൾ 5000-ലധികമായി. വലിയ സഭ, ഇവർക്കെല്ലാം വെച്ചു വിളമ്പാൻ അതിൻ്റെ പുറകെയാണ് ഇവർ പോകുന്നത്. അവർക്ക് മനസ്സിലായി. അതിനുപറ്റി 7 പേരെ തിരഞ്ഞെടുത്തു മേശമേൽ ശുശ്രൂഷിക്കാൻ. ഫിലിപ്പോസ്, സ്തെഫാനോസ്, ഇങ്ങനെയുള്ളവരെ 3 ഗുണങ്ങളുള്ളവരെ തിരഞ്ഞെടുത്തു. നല്ല സാക്ഷ്യം, നല്ല ആത്മനിറവ്, നല്ല ദൈവവചന ജ്ഞാനം. ഈ 3 ഗുണങ്ങളുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. അത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. അപ്പോൾ ഫലം കായ്ക്കാൻ ഒറ്റ മാർഗമുള്ളൂ. വചനത്തിലിരിക്കണം, പ്രാർത്ഥനയിലിരിക്കണം. പ്രാർത്ഥനയിലും വചനത്തിലും ഇരിക്കുന്ന സഭകൾക്ക് വലിയ ഫലമുണ്ടാകും. പിന്നെ നമ്മൾ വായിക്കുന്നു, ദൈവവചനം പരന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ലുണ്ട്, ദൈവവചനം പരന്നു. അവിടെയാണ് സ്തെഫാനോസൊക്കെ എഴുന്നേറ്റ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തെഫാനോസ് ചെയ്ത വാക്കുകൾ, വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ വീര്യപ്രവർത്തികൾ. ഫിലിപ്പോസ് ഒരു പട്ടണത്തിലോട്ട് ചെന്നു, ഭയങ്കര പട്ടണം മുഴുവനും വിടുവിക്കപ്പെടുന്നു. മന്ത്രവാദികളെല്ലാം പേടിച്ച് ഫിലിപ്പോസിൻ്റെ കാൽക്കൽ വന്നിരിക്കുകയാണ് സ്നാനപ്പെട്ടിട്ട്. അതുപോലെ ദൈവപ്രവർത്തികൾ, ഭയങ്കര ഫലം കായ്ക്കൽ. കാരണം എന്താണ്? സഭ കത്തി കയറി പ്രാർത്ഥനയിലും വചനത്തിലും ഇരുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനവുമായും പ്രാർത്ഥനയിലൂടെയും ഇരിക്കാമെങ്കിൽ, ദൈവസന്നിധിയിൽ ഇരിക്കാമെങ്കിൽ, അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചതുപോലെ ഒരു ഫലം കായ്ക്കലുണ്ടാകും. എങ്ങനെയാ? അഹരോന്റെ പേരെഴുതിയ വടി ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി വെച്ചു. നമ്മെ തന്നെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാം കൂടുതൽ ഫലം കായ്ക്കുന്നവരാണ്. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടത് പെട്ടെന്ന് നടക്കുമെന്ന് നാം ഫലം കായ്ക്കുന്നവരാണ്. പൊതുവെ കണ്ടിട്ടുള്ളത്, എന്നെ പലരും വിളിക്കും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാൻ ചിലരെ നിങ്ങൾ ആക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കണം. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കാം, നിങ്ങളും ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. നമുക്ക് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ഒരു ഫലമുണ്ടാകാൻ വേണ്ടി ചിലരോട് പ്രാർത്ഥന വിഷയം എഴുതി കൊടുത്താൽ പോരാ, നമ്മെ തന്നെ ദൈവത്തിന് വേണം. നാം ഫലം കായ്ക്കണമെങ്കിൽ ആ സാന്നിധ്യത്തിലേക്ക് ഇരിക്കണം. ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവസാന്നിധ്യം എന്നാണ്. ഏദൻ പറുദീസ, അവിടെ എല്ലാവിധ ഫലങ്ങളുമുണ്ട്. അവിടെ ദൈവം ഇറങ്ങി വരുമായിരുന്നു. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്ന ഒരു സ്ഥലം. അവിടെ എല്ലാവിധ ഫലങ്ങളുമുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലമുണ്ട്. എല്ലാ സമൃദ്ധിയുമുള്ളൊരു സ്ഥലം. ആദാം അവിടെ രാജാവായി വാഴാൻ ദൈവം കൊടുത്ത ഒരു സ്ഥലം. അവിടെ ആദാമിന് ദൈവം ജോലി കൊടുത്തെന്നാണ്. വേല ചെയ്യാൻ. എന്താ ജോലി? കിളക്കാനാണോ? അല്ല. മരം വെട്ടാനാണോ? അല്ല.
ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുക. അതൊരു ജോലിയാണ്. ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും വചനത്തിലും ഇരിക്കുക. പലരും എന്ത് ചെയ്യുക? അത് മാത്രം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാർത്ത അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. മറിയ ഇരിക്കുന്നത് മാർത്തക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. മാർത്ത പറയുന്നത് എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? കർത്താവ് അവിടെ വല്ല വനിതാ മാഗസിനോ വല്ലതും വായിച്ചും ഫ്രണ്ടിലിരിക്കട്ടെ. മറിയ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് മീൻകറി വെക്കാം, ഇറച്ചി വെക്കാം, പപ്പടം വറക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. കർത്താവിന് പെട്ടെന്ന് കറി കൊടുക്കാമല്ലോ, ചോറ് കൊടുക്കാമല്ലോ. കർത്താവോട് ഇരിക്കട്ടെ. കർത്താവിന് വല്ല ബാലരമേ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ കൊടുത്താൽ കർത്താവ് അത് വായിച്ചിട്ടിരിക്കട്ടെ. അപ്പോൾ കർത്താവോടെ പറയുന്നുണ്ട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെടുന്നു. മറിയ നല്ലത് തിരഞ്ഞെടുത്തു. എന്താണ്? സാന്നിധ്യത്തിലിരിക്കുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫലം കായ്ച്ചത് ആരാ? മറിയയാണ്. മറിയ ആ വിലയേറിയ ഭരണി, ആ സുഗന്ധ തൈലം യേശുവിൻ്റെ മേൽ പൊട്ടിച്ചൊഴിച്ചു. യേശു പറഞ്ഞു, സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്ന ആ സമയത്ത് സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുമോ ഇവൾ ചെയ്തതും പ്രസംഗിക്കപ്പെടും. അതായത് മറിയ പൊട്ടിച്ചൊഴിച്ച സുഗന്ധം ഇപ്പോഴും നമുക്ക് മണക്കും. മാർത്തയുടെ മീൻകറിയുടെ മണം അധികം നമുക്ക് വരുന്നില്ല. മറിയയുടെ ആ സുഗന്ധം ഇപ്പോഴും നമുക്ക് നല്ല മണം. ഇപ്പോഴും എനിക്ക് ഒരിക്കും ആ മണമുണ്ട്. ലോകം മുഴുവൻ സുവിശേഷത്തിൻ്റെ ഒപ്പം പ്രസംഗിക്കപ്പെടുന്ന ഒന്നാണ് മറിയയുടെ കാര്യം. അതുകൊണ്ടാണ് മാർത്ത, മറിയ. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ മാർത്ത കർത്താവിനെ കാണാൻ വന്നു. കുറേ നേരം കർത്താവുമായിട്ട് സംസാരിച്ചു നിന്നു. മറിയ പെട്ടെന്ന് വന്നില്ല. എന്നാൽ മാർത്ത പോയി മറിയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. മറിയ ഓടിച്ചെന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണു. അതായത് കർത്താവിനെ എങ്ങനെ സ്വീകരിക്കുന്നുവോ അങ്ങനെയാണ് റിസൾട്ട്. അവിടെയാണ് യേശു കരഞ്ഞത്. മാർത്ത വന്നപ്പോൾ യേശു കരഞ്ഞതായിട്ട് കാണുന്നില്ല. മറിയ വന്നപ്പോൾ യേശു കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു എന്നാണ്. മറിയ വന്നപ്പോൾ പിന്നെ യേശു ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെ എന്ന് പറഞ്ഞു. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. ലാസറെ പുറത്തു വന്നു. അതുവരെയും വെറുതെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് യേശുവിൻ്റെ വികാരങ്ങൾ മുഴുവൻ വെളിപ്പെട്ടു. മറിയ യേശുവിനെ മാറ്റി ഇളക്കി മറിച്ചു. ദൈവ സാന്നിധ്യത്തിൽ കർത്താവിനെ കൂടുതൽ സ്വീകരിക്കുന്ന, ആ ദൈവ സാന്നിധ്യത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തികളിലൂടെയാണ് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴാണ് അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചത്. അപ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നാം തുടരണം. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാണ്. അധികം ഫലം കായ്ക്കാൻ നിങ്ങളെ വീണ്ടും ചെത്തും. അപ്പോൾ തോട്ടക്കാരൻ ചെത്തുകയാണ്. അപ്പോൾ സാന്നിധ്യമാണ്. തൊട്ടടുത്ത് വന്നാണ് ചെത്തുന്നത്. ദൂരെ ദൂതന്മാരെ വിട്ടല്ല, യജമാനൻ തന്നെ ചെത്തുകയാണ്. അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. അപ്പോൾ ഓരോ ചെത്തലുകൾ വരുമ്പോഴും സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടുതലാണ്. ഫലം കായ്ക്കാത്തതിനെ വെട്ടി നീക്കിക്കളയും. ഫലം കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കണം. അധികം വിശ്വസ്തനാകണം. അധികത്തിൽ വിചാരകനാക്കണം. വലിയ സന്തോഷമുള്ളവരാക്കണം. വലിയ പ്രതിഫലമുള്ളവരാക്കണം. യേശുവിൻ്റെ ആഗ്രഹം അതാണ്. കൂടുതൽ ഫലം കായ്പാൻ നമ്മെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ തിരുവെഴുത്തുകളെ കേട്ട, ഈ വചനങ്ങളെ കേട്ടവരുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ഇന്നു മുതൽ ഉണ്ടാകട്ടെ. സാന്നിധ്യത്തിൽ ഫലം കായ്ക്കുന്നവരാകട്ടെ. ചേർന്നിരുന്ന് ഫലം കായ്ക്കട്ടെ. ചേർന്നിരുന്ന് ബലപ്പെടട്ടെ. ചേർന്നിരുന്ന് സൗഖ്യമാണ്. ചേർന്നിരുന്ന് അഭിവൃദ്ധിപ്പെടട്ടെ. ചേർന്നിരുന്ന് പുരോഗതിയുള്ളവരാകട്ടെ. ചേർന്നിരുന്ന് വിശാലതയുള്ളവരാകട്ടെ. വിളിച്ച വിളിയിലേക്ക് എല്ലാവരും അടുത്തു വരട്ടെ. സൗഖ്യവും വിടുതലും ഞങ്ങൾ കൽപ്പിച്ചാൽ ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും അഭിവൃദ്ധി, ഉയർച്ച, സമൃദ്ധി, സന്തോഷം, ജയം എല്ലാം ഉണ്ടാകാൻ
ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. എത്ര വലിയ ഭാഗ്യമാണ് നിങ്ങളെ എല്ലാ ദിവസവും ഒന്ന് അനുഗ്രഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുന്നത്. ഒരു പദവിയാണ്. കാരണം നിങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവ് എനിക്ക് തന്ന പദവിയെ ഞാൻ വളരെ വലുതായി കാണുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും ഈ മീഡിയ മിനിസ്ട്രിയെയും പ്രൈസ് ജനറേഷൻ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സാമ്പത്തിക കൈത്താങ്ങലുകളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാകും. ഗോഡ് ബ്ലെസ് യു.